ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നെല്ലാം പാടി. ഇങ്ങനെ മാനവ സ്നേഹത്തിൻ്റെയും അവരൻ താൻ തന്നെ എന്ന കാഴ്ചപ്പാടിൻ്റെയും മഹാമന്ത്രങ്ങൾ നമുക്ക് നൽകിയ ഗുരുവിനെ കേവലം ഒരു മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നത് ഏറെ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. എന്തായിരുന്നു ഗുരുവിൻ്റെ മതം? ഒരു ഘട്ടത്തിൽ CV കുഞ്ഞിരാമനുമായുള്ള സംവാദത്തിനിടയിൽ ഗുരു പറയുന്നുണ്ട്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഇത് ഗുരു CV കുഞ്ഞിരാമനോട് പറഞ്ഞ കാര്യമാണ്. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്ന്, പരമതസാരവുമേകം എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ വ്യക്തമാക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള കലഹത്തിൻ്റെ അർത്ഥശൂന്യത ഈ സംവാദത്തിൽ ഗുരു പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മതം ശ്രേഷ്ഠമാണെന്ന് പറയുന്നതിലും അർത്ഥമില്ലെന്ന് ഗുരു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സാഹോദര്യം സ്നേഹത്തെയും സ്നേഹം സാഹോദര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതറിയാതെ സാഹോദര്യമാണ് ശ്രേഷ്ഠം, അതല്ല സ്നേഹമാണ് ശ്രേഷ്ഠം എന്ന് വിവാദമുണ്ടാക്കുന്നതിൽ വലിയ അർത്ഥവുമുണ്ടോ എന്നും ഗുരു ചോദിക്കുന്നു. ജാതിഭേദമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നുവല്ലോ 1916 ഗുരു ജാതിയില്ലാ വിളംബരം നടത്തി. തൻ്റെ ദർശനത്തിൻ്റെ കേന്ദ്രത്തിൽ ഗുരു പ്രതിഷ്ഠിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യജാതിയുടെ സവിശേഷ ഗുണം മനുഷ്യത്വമാണെന്നും ഗുരു അടിവരയിടുന്നത്. ഗുരു കേവല അധ്യാത്മവാദിയായിരുന്നില്ല. ഭൗതിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗുരു അധ്യാത്മത്തെ പറ്റി പറഞ്ഞത്. കർമ്മനിരതനായ ജ്ഞാനി എന്നൊക്കെ പാശ്ചാത്യർ ഗുരുവിനെ വിളിച്ചത് അതുകൊണ്ടാണ്. ദേവദശകത്തിൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ഗുരു പറഞ്ഞത് നോക്കിയാൽ ഇക്കാര്യം ബോധ്യപ്പെടും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക തുടങ്ങിയ ആപ്തവാക്യങ്ങളും ഗുരു എത്രത്തോളം ഭൗതിക ജീവിതത്തിൻ്റെ ഉത്കർഷത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നതിന് തെളിവാണ്. ഇതര സന്യാസിവര്യന്മാരിൽ നിന്ന് ഗുരുവിനെ വേർതിരിച്ചു നിർത്തുന്ന പ്രധാന ഘടകവും ഇത് തന്നെയാണ്. ഈ ജഗത്ത് നിത്യയാണെന്നും ബ്രഹ്മമാണ് സത്യമെന്നും മാത്രം ഇതര സന്യാസിമാർ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുണ്ടാക്കി മാറ്റിയെടുക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഗുരു പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇങ്ങനെയെല്ലാമുള്ള മഹാദർശനങ്ങൾ മുന്നോട്ട് വെച്ച
ഗുരുവിനെ ഹിന്ദുമത നവോത്ഥാനത്തിൻ്റെ നായകനായി അവതരിപ്പിക്കാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ചരിത്ര വിരുദ്ധതയെയും മനുഷ്യത്വരാഹിത്യത്തെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അന്യമത വിദ്വേഷവും ആക്രമണോത്സുകമായ മതവർഗീയതയും പ്രചരിപ്പിക്കുന്ന വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൈവന്ന നവോത്ഥാനത്തിൻ്റെ മാനവിക മൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അന്യമത വിദ്വേഷം അലങ്കാരമായി കരുതുന്ന ഇത്തരം ശക്തികളാൽ ഗുരു അപഹരിക്കപ്പെടുന്നത് അനുവദിച്ചുകൂടാ. നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം സംരക്ഷിക്കപ്പെടുന്നതിനായുള്ള സമൂഹത്തിലെ ഇടപെടലിന് കൂടുതൽ നേതൃത്വം കൊടുക്കാൻ ശിവഗിരി മഠത്തിന് കഴിയേണ്ടതായിട്ട് നമ്മുടെ നാടിൻ്റെ തനിമ, ഈ തനിമ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം നേടിയെടുത്തതാണ്. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചെമ്പഴന്തിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരുവിനെ കേവലം മതസന്യാസിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ജാഗ്രതയോടെ നേരിടണമെന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്.